മനുഷ്യ ജീവിതത്തിൽ സമയത്തിനും അവസരങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന നിരവധി ഉപദേശങ്ങളും പഴഞ്ചൊല്ലുകളും നമ്മുടെ സാഹിത്യത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സൂര്യൻ പ്രകാശിക്കുമ്പോൾ വൈക്കോൽ ഉണക്കിക്കോളൂ, ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിച്ചുകൊള്ളൂ, കൂടാതെ അവസരം 2 തവണ വാതിലിൽ മുട്ടാറില്ല എന്നത്. ഇതൊരു ഇംഗ്ലീഷ് ചൊല്ലാണ്. ഈ 3 ചിന്തകളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സത്യത്തിലേക്കാണ്: ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുകയും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നത്. കൃഷിയെയും ഗ്രാമീണ ജീവിതത്തെയും ആസ്പദമാക്കിയുള്ളതാണ് സൂര്യൻ പ്രകാശിക്കുമ്പോൾ വൈക്കോൽ ഉണക്കണം എന്ന പ്രയോഗം. മഴ പെയ്യുന്നതിന് മുമ്പ് വെയിലുള്ളപ്പോൾ തന്നെ ധാന്യങ്ങളും വൈക്കോലും ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പഠിക്കാൻ അനുയോജ്യമായ സമയത്ത് നന്നായി പഠിക്കുക, ജോലി ചെയ്യാൻ കായബലമുള്ള പ്രായത്തിൽ അധ്വാനിക്കുക, അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഭാവിയിലേക്കായി കരുതൽ ശേഖരിക്കുക. ഇവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ മടിയും വെച്ചു താമസവും കാണിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നത്. ഒരു കൊല്ലൻ ഇരുമ്പ് ചൂടാക്കി പഴുക്കുമ്പോഴാണ് അതിന് ആഗ്രഹിക്കുന്ന രൂപം നൽകാൻ സാധിക്കുന്നത്. ഇരുമ്പ് തണുത്തു പോയാൽ എത്ര അടി അടിച്ചാലും അതിന് മാറ്റം വരുത്താൻ കഴിയില്ല. ജീവിതത്തിലും ഓരോ കാര്യത്തിനും ഉചിതമായ ചില നിമിഷങ്ങളുണ്ട്. വികാരങ്ങളും ചിന്തകളും തയ്യാറായി നിൽക്കുന്ന ആ നിമിഷത്തിൽ തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കണം. കരിയറിലെ ചില സുപ്രധാന തീരുമാനങ്ങൾ, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കൽ, അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നിവയെല്ലാം അതാത് സമയത്ത് തന്നെ ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അവസരങ്ങളുടെ ആഗമനമാണ്. എന്നാൽ പലപ്പോഴും അവസരങ്ങൾ വരുന്നത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടോ വലിയ ശബ്ദ കോലാഹലത്തോടെയോ ആയിരിക്കില്ല. വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന വലിയ അവസരങ്ങളെ തിരിച്ചറിയാനും അവയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും നമ്മൾ പ്രാപ്തരായിരിക്കണം. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ അവസരം പിന്നീട് തിരിച്ചു കിട്ടണമെന്നില്ല. അവസരം 2 തവണ വാതിലിൽ മുട്ടാറില്ല എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മെ എപ്പോഴും ജാഗരൂകരായിരിക്കാൻ സഹായിക്കുന്നു. മടിയും സമയനഷ്ടവുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഉപദേശങ്ങൾ കേൾക്കാൻ എളുപ്പമാണെങ്കിലും അവ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഒരാൾ വിജയത്തിലെത്തുന്നത്. കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യമായി വിനിയോഗിച്ച് മുന്നേറാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. ഒരു ചെറിയ കഥയിലൂടെ കാര്യങ്ങൾ വിശദമാക്കാം. ഒരു ഗ്രാമത്തിൽ രാമൻ എന്നും ഹരി എന്നും പേരുള്ള 2 യുവാക്കൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും കഠിനാധ്വാനികളായിരുന്നെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു. ഒരിക്കൽ ആ ഗ്രാമത്തിലെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. അടുത്ത 3 മാസത്തിനകം കൊട്ടാരത്തിലേക്ക് ആവശ്യമായ മുഴുവൻ തടി ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി നൽകുന്ന മികച്ച ആശാരിക്ക് കൊട്ടാരത്തിലെ സ്ഥിരം കരാറും വലിയ സമ്മാനവും നൽകുന്നതാണ് എന്ന്. രാമനും ഹരിയും മികച്ച തച്ചന്മാരായിരുന്നു. വാർത്ത കേട്ട ഉടനെ രാമൻ ചിന്തിച്ചു, സൂര്യൻ പ്രകാശിക്കുമ്പോൾ തന്നെ വൈക്കോൽ ഉണക്കണം. സമയം വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ തടികൾ
ശേഖരിച്ച് പണി തുടങ്ങാം. അവൻ ആ നിമിഷം തന്നെ ജോലി ആരംഭിച്ചു. ദിവസവും കൃത്യമായി അധ്വാനിച്ച് ഇരുമ്പ് പഴുത്തിരുന്ന ആ അനുകൂലമായ സമയത്ത് തന്നെ അവൻ തന്റെ കഴിവ് പൂർണ്ണമായി വിനിയോഗിച്ചു. എന്നാൽ ഹരി ചിന്തിച്ചത് മറിച്ചാണ്. 3 മാസമല്ലേ ഉള്ളത്, അനവധി ദിവസങ്ങൾ മുന്നിലുണ്ടല്ലോ, സമയമാകട്ടെ, പതുക്കെ തുടങ്ങാം, അവസരങ്ങൾ ഇനിയും വരുമല്ലോ. അങ്ങനെ അവൻ ആദ്യത്തെ 2 മാസവും അടിച്ചിരുന്ന് വെറുതെ സമയം കളഞ്ഞു. 3-ാം മാസം പകുതിയായപ്പോഴാണ് ഹരിക്ക് ബോധം വന്നത്. അവൻ ധൃതി പിടിച്ച് പണി തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും തടിയുടെ വില വൻതോതിൽ കൂടുകയും ആവശ്യത്തിന് സമയം കിട്ടാത്തതിനാൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ലാതാവുകയും ചെയ്തു. അവസാന ദിവസം വന്നപ്പോൾ രാമൻ കൃത്യസമയത്ത് മനോഹരമായ ഉൽപ്പന്നങ്ങൾ കൊട്ടാരത്തിൽ എത്തിച്ച് വലിയ സമ്മാനവും സ്ഥിരം കരാറും കരസ്ഥമാക്കി. ഹരിക്കാകട്ടെ സമയം വൈകിയതുകൊണ്ട് ഉണ്ടാക്കിയ പണികൾ പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. ഈ കഥ നൽകുന്ന സന്ദേശം ഇതാണ്. ഹരി പിന്നീട് സ്വയം പറഞ്ഞ് ദുഃഖിച്ചു. അന്ന് അവസരം വാതിലിൽ മുട്ടിയപ്പോൾ ഞാൻ അതിനെ ഗൗരവമായി കണ്ടില്ല. ഇരുമ്പ് ചൂടായിരുന്നപ്പോൾ ഞാൻ അടിച്ചതുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യസമയത്ത് പ്രയോജനപ്പെടുത്തുന്ന രാമന്മാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. മടിയും വെച്ചു താമസവും കാരണം സമയം കളയുന്ന ഹരിമാർക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരികയും ചെയ്യും.